എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും എല്ലാവരുടെയും മേലും ഉണ്ടാവട്ടെ എന്നാദ്യമായി ആശംസിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് രംഗത്തെ ഒരു പുതിയ മെത്തഡോളജി പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അതൊരു നിഷിദ്ധമായ സംഗതിയാണ്, ഒരു മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ് എന്ന ഒരു രീതിയിലാണ്. ഇതിന് കാരണം ഈ രംഗത്ത് വേണ്ടത്ര പഠനം നടക്കാതെ ചില പുരോഹിതന്മാർ അതിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നതാണ്. കുരുടൻ ആനയെ കണ്ട പോലെയാണ് ഈ രംഗത്ത് പുരോഹിതന്മാരും അവരുടെ സ്വാധീന വലയത്തിൽ വീണ സാധാരണക്കാരും അഭിപ്രായം പറയാറുള്ളത്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി പ്രായത്തിൽ ആംവേ എന്ന വലിയ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കെതിരെ സമരം ചെയ്ത ആളാണ്. കാരണം അവർ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായി എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നു, എന്തൊരു വിഡ്ഢിത്തമായിരുന്നു ഞാൻ ഇവരുടെയൊക്കെ വാക്ക് വിശ്വസിച്ച് ഈ ഒരു കമ്പനിക്കെതിരെ സമരം ചെയ്തത് എന്നുള്ളതാണ്. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ഇന്ന് ഞാനത് ചോദിക്കുമ്പോൾ നമ്മളെ സമരം ചെയ്യാൻ പ്രേരിപ്പിച്ച നമ്മുടെ ചില നേതൃത്വങ്ങളോട് ഇത് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്താണ് ആംവേ ചെയ്ത തെറ്റ്? ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ഇറങ്ങിയതാണോ? ജനകീയമായ ബിസിനസ് നടത്തിയതാണോ? എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ഇന്നും മറുപടിയില്ല. ഇത് എത്തിക്സിനെതിരാണെന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനം വിഹിതമല്ല, ഇപ്പോൾ മുസ്ലിം ഭാഷയിൽ പറഞ്ഞാൽ ഹറാമാണ് എന്ന് പറയുന്ന പുരോഹിതന്മാരുണ്ട്. നമുക്കറിയാം പരമ്പരാഗതമായി ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന്. അതിൻ്റെ ഒരു ലളിതമായ രൂപം, മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എടുക്കും, അവിടുന്ന് സ്റ്റോക്കിസ്റ്റ് എടുക്കും, അവർ ഹോൾസെയിലർക്ക് വിൽക്കും, അവർ റീറ്റെയിലർക്ക് വിൽക്കും, റീറ്റെയിലറാണ് എൻഡ് യൂസർക്ക് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ പല തട്ടുകളിലായി കൈമറിഞ്ഞു വരുന്ന ഒരു പ്രോഡക്റ്റാണ് അവസാനം എൻഡ് യൂസറുടെ കയ്യിൽ എത്തുന്നത്. 50 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ എൻഡ് യൂസറുടെ അടുത്ത് എത്തുമ്പോൾ അത് ചിലപ്പോൾ 500 രൂപയായിട്ടുണ്ടാവും. കാരണം പല ഇടനിലക്കാർക്ക് അവരുടേതായ വിഹിതങ്ങൾ കൊടുത്തു വേണം അത് പ്രോഡക്റ്റ് എത്താൻ. അവരതിലൂടെ ചെയ്യുന്ന എല്ലാം, സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന കമ്മീഷനാവട്ടെ, പരസ്യങ്ങളാവട്ടെ, കൊടുക്കുന്ന ടാക്സ് ആവട്ടെ, ബാങ്കിന് കൊടുക്കുന്ന പലിശ ആവട്ടെ, എല്ലാം ഓരോന്നും പോകുന്നത് എൻഡ് യൂസറുടെ കയ്യിൽ നിന്നാണ്. ഇതാണല്ലോ മാർക്കറ്റിംഗ്. ഇത് അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആരും ഇതിനെ ഒരു നിഷിദ്ധം എന്ന് വിളിക്കാറില്ല. എന്നാൽ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിലൂടെയാണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് വരുന്നതെങ്കിൽ അത് നിഷിദ്ധം, അത് അൺഎത്തിക്കൽ. എങ്ങനെയാണ് ഇത് നിഷിദ്ധവും അൺഎത്തിക്കലും ആവുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഇടനിലക്കാരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആരും തന്നെ ഇല്ല. സെലിബ്രിറ്റികളില്ല, വലിയ പരസ്യ കമ്പനികളില്ല, അത് പ്രക്ഷേപണം ചെയ്യുന്ന മീഡിയകളില്ല. അതെല്ലാം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന കോടികൾ ഈ സാധാരണക്കാർക്ക് വീതിച്ച് നൽകിക്കൊണ്ട് ഈ ബിസിനസ്സിനെ ജനകീയമാക്കി എന്നതാണോ അവർ ചെയ്ത തെറ്റ്? ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണ യൂസർ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹെർബാലൈഫ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള ന്യൂട്രീഷൻ ഫുഡ് പ്രോഡക്ട്സാണ് അവർ വിൽക്കുന്നത്. ഷാജഹാൻ എന്ന ഞാൻ, ഏറ്റവും താഴെയിലുള്ള ഒരു ഉപഭോക്താവ് ഹെർബാലൈഫിൻ്റെ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഹെർബാലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ബില്ലാണ് എനിക്ക് തരുന്നത്, ഇടനിലക്കാരുടെ ബില്ലുകളല്ല. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഒരു പ്രധാന പ്രത്യേകത. ഇവിടെ അതിന് കാരണക്കാരായ ചില ആളുകൾക്ക് ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു നിശ്ചിത വിഹിതം അവർക്ക് ലഭിക്കുന്നു, അവർക്കത് വഴി ഒരു പാസീവ് ഇൻകം ലഭിക്കുന്നു എന്നതാണോ തെറ്റ്? ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും പലരും പഠിക്കാതെയാണ്, ഇതിൻ്റെ ഉള്ളിലുള്ളവർ പോലും പഠിക്കാതെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. വർഷങ്ങളായി MLM ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിൻ്റെ സിസ്റ്റങ്ങളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് ഇത് നിഷിദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് വന്നപ്പോൾ എൻ്റേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ആഴത്തിൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് സൺഫ്ലവർ സിസ്റ്റം, ബൈനറി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ചില മാത്തമാറ്റിക്കൽ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലായത്. ഇത് ചെയ്യുന്ന പലരും അത്തരം ഒരു പഠനം നടത്താതെ തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അത് നിർബന്ധം ഒന്നുമല്ല. എന്നാൽ പോലും മാർക്കറ്റിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഗതിയാണ് ബൈനറി സിസ്റ്റം എന്ന വലിയ മാത്തമാറ്റിക്കൽ അൽഗോരിതം.
മാത്തമാറ്റിക്കൽ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയാം. അത്രയും ഭദ്രമായിട്ടാണ്, വളരെ കോംപ്ലിക്കേറ്റീവായ ഒരു കണ്ടുപിടുത്തം. എങ്ങനെയാണ്, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്ക് അത്ഭുതം തോന്നും. അത് ഇവോൾവ് ചെയ്തുണ്ടായി വന്നിട്ടുള്ളതാണ്. ഒറ്റയടിക്ക് എല്ലാ കണ്ടുപിടുത്തങ്ങളും പോലെ ഒറ്റയടിക്ക് കണ്ടുപിടിക്കുന്നതല്ല. എല്ലാ കണ്ടുപിടുത്തങ്ങളെയും പോലെ തന്നെ പരിണമിച്ചാണ് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നെ പല ആരോപണങ്ങളുണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. ഞാൻ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമുള്ളവർ, ഇതിനെക്കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണേണ്ടതുള്ളൂ. കുറച്ച് വിശദമായി പ്രതിപാദിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പുരോഹിതന്മാർ ഇനിയും ഈ സാധുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ പലതിൽ നിന്നും അവർക്ക് കിട്ടേണ്ട, അവർ അനുഭവിക്കേണ്ട അർഹതയുള്ള പലതിൽ നിന്നും അവർ അകറ്റി നിർത്തും. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർ അകറ്റി നിർത്തുക പോലെ. അതിനെക്കുറിച്ചൊക്കെ വഴിയെ പറയാം. ഇത് പണിയെടുക്കാതെ കിട്ടുന്നതാണ്, ഇത് ആളെ പിടിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. പണിയെടുത്തില്ലെങ്കിൽ ഇതിലൊരാൾക്കും ഒന്നും കിട്ടില്ല. പണിയെടുക്കുന്നവർക്കേ കിട്ടുള്ളൂ. MLM ബിസിനസ് നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് വഴി വിൽപ്പന നടത്തുന്ന ഏതൊരാളെ വിളിച്ച് ചോദിച്ചാലും അറിയാം, പണിയെടുക്കുമ്പോഴേ അവർക്ക് പ്രതിഫലം കിട്ടുന്നുള്ളൂ. അത് സാധാരണ ബിസിനസ്സിലുള്ളതുപോലെ തന്നെയാണ് ഇതിലുള്ളത്. മറ്റെല്ലാ ബിസിനസ്സിനും പോലെ തന്നെയാണ് ഈ ബിസിനസ്സും. മറ്റെല്ലാ ബിസിനസ്സിലും എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടോ അതെല്ലാം ഈ ബിസിനസ്സിലും ഉണ്ട്. പിന്നെ ഇത് മാത്രം എങ്ങനെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് പറയുന്ന ആളുകളോട് ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ തെറ്റാണെന്ന് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാക്കാൻ നിങ്ങൾ നടക്കണ്ടല്ല. എന്തുകൊണ്ട് ഇത് തെറ്റാണ് എന്നൊന്ന് ഇങ്ങോട്ട് വിശദീകരിക്കാൻ പറഞ്ഞാൽ മതി. അതോടുകൂടെ ആ പ്രശ്നം അങ്ങോട്ട് തീരും. പിന്നെ പറയുന്നത് ഇതിന് വലിയ തുകയാണ്, വലിയ പ്രൈസാണ് ഇട്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ പറയുന്നു, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില അതിൻ്റെ കമ്പനിക്കാരല്ലേ തീരുമാനിക്കുന്നത്. 50 രൂപയുടെ സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് 500 രൂപ ഒരു എൻഡ് യൂസറുടെ കയ്യിലെത്തുമ്പോൾ 500 രൂപ ആവുന്നതിന് നമുക്കൊരു പരാതിയുമില്ലേ? അങ്ങനെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സെൻറ്റിന് 50,000 രൂപ വെച്ച് സ്ഥലം വാങ്ങുന്നു, എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ ആ സ്ഥലം 5 ലക്ഷം 10 ലക്ഷം രൂപ വിൽക്കുന്നു. എന്താ ഈ ബിസിനസ്സിനെ കുറിച്ച് ആരും മോശം പറയാത്തത്? എന്താണ് അവിടെ വരുത്തിയ മാറ്റം? 50,000 രൂപ വാങ്ങിച്ചിട്ട് 5 ലക്ഷത്തിന് വിൽക്കാൻ. അപ്പോൾ ബിസിനസ്സിൽ അതിനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാ സാധ്യതകളും എല്ലാ ബിസിനസ്സിലും ഉണ്ട്. എവിടെയാണ് അത് അൺഎത്തിക്കലാവുന്നത് എന്ന് വിശദീകരിക്കേണ്ടത് അത് അൺഎത്തിക്കലാണ് എന്ന് പറയുന്നവരുടെ ചുമതലയാണ്. എന്നാലും നമുക്ക് അത് ഒന്ന് വിശദമായിട്ട് പഠിക്കാം. ഒരു ഗുണമേന്മയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ വില തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? അതിൻ്റെ മാനുഫാക്ചറർക്കാണ്. അല്ലാതെ കണ്ടു നിൽക്കുന്നവർക്കല്ലല്ലോ വില തീരുമാനിക്കാനുള്ള അധികാരം. ഇനി അവർ വില തീരുമാനിച്ചിട്ട് ആരെങ്കിലും അവർ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ആ പ്രോഡക്റ്റിന് അത്രയും ഗുണമുണ്ട്, ആ വിലക്കുള്ള വർത്തുണ്ടെന്ന് തോന്നുന്നവർ മാത്രമല്ല ഇത് എടുക്കേണ്ടതുള്ളൂ. കണ്ടു നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് ഇതൊരു ബാധ്യതയാവുന്നത്? ഈ വിലയെക്കുറിച്ച് പറയുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കുന്ന പ്രോഡക്ട്സും ഉണ്ട്, നമുക്ക് അത്ഭുതം തോന്നുന്ന വിലയ്ക്ക്, അതായത് ഇതിന് ഇത്രേ വിലയുള്ളൂ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രോഡക്ട്സും ഉണ്ട്. അത് സമ്മിശ്രമായിട്ടാണ് കമ്പനികളിൽ കിടക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട, കേരളത്തിൽ നിന്ന് ഒരു ലോക പ്രശസ്തനായ ഒരു ആപ്പ്. ഞാൻ മനഃപൂർവ്വം അതിൻ്റെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 50,000 മുതൽ 1.5 ലക്ഷം വരെയുണ്ട് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ആപ്പ്. ഇതേപോലെ ഒരു കമ്പനി, ഗ്ലാപ്പോഡ് എന്നു പേരുള്ള ഒരു കമ്പനി 3,750 രൂപക്കാണ് ഏതാണ്ട് അതിനോട് സമീകരിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? മറ്റൊന്ന് പറഞ്ഞുതരാം. മാഗ്നറ്റിക് ബെഡ് ഉണ്ട്, മാഗ്നറ്റിക് ബെഡും അതിൻ്റെ ആക്സസറീസും. ഇത് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പാണെന്ന് തോന്നുന്നത്, ഇറങ്ങിയപ്പോൾ 2 ലക്ഷം രൂപ വിലയാണ്. 15 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വിൽപ്പന നടത്തുമ്പോൾ ഒരു ബെഡിന് മാത്രം 75,000 രൂപ വിലയാണ്. ഇന്ന് ഒരു ബെഡും അതിൻ്റെ ആക്സസറീസും 5 ആക്സസറീസ് ഉൾപ്പെടെയുള്ള മാഗ്നറ്റിക് ബെഡ്, ബയോ മാഗ്നറ്റിക് തിയറിയിൽ പ്രവർത്തിക്കുന്ന ആ ബെഡിൻ്റെ ഇന്നത്തെ വില 9,800 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 2 ലക്ഷത്തിൽ നിന്ന് 75,000. മാസ് പ്രൊഡക്ഷനും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പുരോഗതിയാണ്, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയാണ് അതിൻ്റെ വില കുറയാനുള്ള കാരണം. അപ്പം ചുമ്മാ ഓരോന്ന് പഠിക്കാതെ പറഞ്ഞ് സാധാരണക്കാരന് കിട്ടേണ്ട ഗുണങ്ങളെ ഇല്ലാതെ ആക്കുന്ന മീഡിയകളാവട്ടെ, മതപുരോഹിതന്മാരാവട്ടെ, വിവരമില്ലാതെ വർത്തമാനം പറയുന്ന സാധാരണക്കാരാവട്ടെ, എല്ലാവരും ഇതിൽ തുല്യ പങ്കാളികളാണ്. ഈ മതമേഖലയിൽ നിന്ന് നിഷിദ്ധം പറയുന്ന ആളുകളുടെ ഒരു രസകരമായ ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
മതമേഖലയിൽ നിന്ന് ഉൽപ്പതിഷ്ണുക്കളെന്ന് നാം മനസ്സിലാക്കുന്ന ചില വിഭാഗം, അവർക്ക് കുറച്ച് കാലത്തിനുള്ളിൽ എന്തെല്ലാമായിരുന്നു നിഷിദ്ധമായിരുന്നത് നമ്മളാരും മറന്നു തുടങ്ങിയിട്ടില്ലല്ലോ. യാഥാസ്ഥികരുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഞാൻ ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഉൽപ്പതിഷ്ണുക്കളെ ഏറ്റവും മികച്ച മോഡൽ തന്നെ എടുക്കാം. അവർക്ക് ബാങ്ക് ജോലി നിഷിദ്ധമായിരുന്നു, ഇൻഷുറൻസ് നിഷിദ്ധമായിരുന്നു, കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. ജഡ്ജി, കളക്ടർ, മന്ത്രി ഒക്കെ ആവുന്ന കുഞ്ചിക സ്ഥാനങ്ങൾ, ഭരണഘടനാപരമായ ചില സ്ഥാനങ്ങളുണ്ട്, അതൊക്കെ വഹിക്കുന്നത് നിഷിദ്ധമായിരുന്നു. ജനാധിപത്യ ക്രമത്തിന് വേണ്ടി വോട്ട് ചെയ്യൽ നിഷിദ്ധമായിരുന്നു. കേബിൾ TV, ഡിഷ് ആൻറ്റിന ഒക്കെ നിഷിദ്ധമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയോ എന്താണ് ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ നൈസായിട്ട് അതിൽ നിന്ന് ഊരി. അപ്പം ഞാൻ പറയുന്നു, ഇത് നിഷിദ്ധമാണെന്ന് ഇവർ പ്രചരിപ്പിച്ചിരുന്ന സമയത്ത് ഇതിൻ്റെ അവസരം നഷ്ടപ്പെട്ട ആളുകളുണ്ടാവുമല്ലോ. ജോലി രാജിവെച്ചവർ, ബാങ്കിൽ നിന്ന് ജോലി രാജിവെച്ചവർ, ഇൻഷുറൻസ് എടുക്കാൻ ആവശ്യമുണ്ടായിട്ടും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചവർ, മന്ത്രിയാകാനോ കളക്ടറാവാനോ ജഡ്ജി ആവാനോ ഒക്കെ കാലിബർ ഉണ്ടായിരുന്ന ആളുകൾ അതിലേക്ക് വരാതെ, മതപരമായി എന്തോ വിലക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് വരാതെ ഇരുന്ന ആളുകളുടെ നഷ്ടം ആര് നികത്തും? അവരെന്നിട്ട് സാധാരണ ജോലികളിൽ മുഴുകി അവരുടെ ഉപജീവനം കണ്ടെത്തി എന്നുള്ളതാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? വേദങ്ങളിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വേദം വല്ലതും പുതിയ അവതരിച്ചതോ അല്ലെങ്കിൽ ഉള്ള വേദത്തിൽ പുതിയ എന്തെങ്കിലും സൂക്തങ്ങൾ അവതരിച്ചത് കൊണ്ടാണോ? അല്ല, വിവരം വെച്ചതുകൊണ്ടാണ്. അപ്പോൾ വിവരമില്ലാതെ ആദ്യം എന്തെങ്കിലും വിളിച്ചു പറയുക, വിവരം വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നൈസായിട്ട് ഊരുക. അങ്ങനെ അന്ന് അവസരം നിഷേധിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുക പോലെയുള്ള കലാപരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഹറാമാണ് അഥവാ നിഷിദ്ധമാണെന്ന് പറയാൻ ഒന്നും പഠിക്കണ്ട, ചുമ്മാ തട്ടിവിട്ടാൽ മതി. അതേസമയം അത് അനുവദനീയമാണെന്ന് പറയാൻ അല്പം പഠിക്കേണ്ടി വരും. അത് പഠിക്കാനുള്ള കാലിബർ ഇല്ലാത്തവരാണ് ഈ മതമേഖലയിൽ കിടന്ന് വിരാജിക്കുന്നത്. ഹൈ പ്രൊഫൈൽഡായ ഈ സമൂഹത്തിലെ ആളുകൾക്ക് നേതൃത്വം നൽകുന്നത് വളരെ ലോ പ്രൊഫൈൽഡായ മതപുരോഹിതന്മാരാണ്. ഇത് മീഡിയക്കും പൊളിറ്റീഷ്യൻസിനും ഒക്കെ പങ്കുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും പ്രധാന പങ്ക് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെ നിഷിദ്ധമാക്കുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മതമേഖലയിൽ നിന്നാണെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഊന്നി പറയുന്നത്. ഇനി മതപണ്ഡിതന്മാരുടെ കാര്യം എടുക്കാം. ഇപ്പോൾ ചില പ്രത്യേക മതങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആരാധനകൾക്ക് നേതൃത്വം വഹിച്ച് പണം മേടിക്കുന്നവർ, വെള്ളിയാഴ്ച ഒരു ആരാധനയുടെ ഭാഗമായ പ്രഭാഷണം നടത്തി പണം മേടിക്കുന്നവർ, ഇതൊക്കെ അനുവദനീയമാണോ? ഇതെവിടെയെങ്കിലും അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചോദിച്ചാൽ ഇതൊക്കെ ചോദിക്കണ്ടേ? വിശുദ്ധ വേദഗ്രന്ഥത്തിലൊരു വാക്കുണ്ട്, ലാ നുരീദ മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ ഒരു നന്ദിയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന അവരുടെ വർത്തമാനമാണ്. ഇവരങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ ചോദിച്ചാൽ നമുക്കും തിരിച്ചു ചോദിക്കാനുണ്ട്. അപ്പോൾ ആധ്യാത്മിക മേഖലയിൽ മാതൃകയില്ലാതെ തന്നെ ഇവർ പണം കൈപ്പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് വിഹിതമായ, അവർ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന പണം കൈപ്പറ്റാൻ ഇവർ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ ചെയ്ത് ഉപജീവനം നടത്തും. മറ്റവർക്ക് ഉപജീവന മാർഗമായിട്ട് ഉള്ള കാര്യങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ഒരു പൊതുരീതി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കുറവാണ്, യാത്ര ചെയ്യാറില്ല, എക്കണോമിക്സോ കൊമേഴ്സോ അറിയില്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയില്ല, ഹ്യൂമൻ സൈക്കോളജി അറിയില്ല, മാർക്കറ്റിംഗ് മെത്തഡോളജി അറിയില്ല, പുതിയ മാനേജ്മെൻറ്റ് സിസ്റ്റം അറിയില്ല. എന്തിനേറെ ദൈവം 1:1 എന്നുള്ള രീതിയിൽ സൃഷ്ടിച്ച സ്ത്രീകളുടെ പ്രശ്നം പോലും അവർക്കറിയില്ല. അത്തരം ആളുകളാണ് വലിയ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലൊക്കെ വന്നിട്ട് അഭിപ്രായം പറയണം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് അർഹതയാണുള്ളത് ഇവർക്ക്? എല്ലാ ഭൗതിക പുരോഗതികളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. ഒരു മനുഷ്യന് ഭൗതിക പുരോഗതി ഉണ്ടാവുന്നത്, സാമ്പത്തികമായി സുസ്ഥിരത നേടുന്നത്, ഒരു സന്തോഷിക്കുന്നത്, ആഘോഷിക്കുന്നത്, ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് ഇവർക്ക് വളരെ വലിയ പ്രയാസമാണ്. മതങ്ങളെ അത്രയും ഡ്രൈ ആയിട്ടും പിന്തിരിപ്പനായിട്ടും പഴഞ്ചനായിട്ടും അവതരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക രീതിയാണ്. പുതിയ തലമുറ അത് തിരിച്ചറിയുന്നുണ്ട് ഭാഗ്യവശാൽ. അതിനനുസരിച്ച് പുതിയ തലമുറ മതം വിടുന്നുമുണ്ട്. അതല്ല, ഇവർ പറയുന്ന മതമല്ല, മതത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ പുതിയ തലമുറ അതിൽ ഉറച്ചു നിൽക്കുകയും ഇവരുടെ തിട്ടൂരങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ചില മതപുരോഹിതന്മാരെ നമ്മൾ പ്രത്യേകമായി പരാമർശിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇസ്ലാം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹിറ പ്രോജക്റ്റാണ്. ആഹിറ എന്ന് പറഞ്ഞാൽ പരലോകം, ഒരു പരലോക പ്രോജക്റ്റാണ്. മുസ്ലിം എന്നത് ഒരു ആഹിറ തൊഴിലാളിയാണ്, അഥവാ ഒരു പരലോക തൊഴിലാളി. ഇത്രയേ ഉള്ളൂ. ഭൗതികമായിട്ട് അവനൊരു റോളുമില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മതപണ്ഡിതന്മാർ വരെയുണ്ട്. അതായത് എന്നെ ദരിദ്രരുടെ കൂട്ടത്തിൽ ജനിപ്പിച്ച്
ദരിദ്രരുടെ കൂട്ടത്തിൽ ജീവിപ്പിച്ച് ദരിദ്രരിൽപ്പെട്ട ഒരാളായി മരിപ്പിച്ച് ദരിദ്രരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രവാചകൻ, ലോകത്തിൻ്റെ മഹാഗുരുക്കന്മാരായ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവർക്ക് ആ ദാരിദ്ര്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ, അതില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ തട്ടിവിടാൻ വേണ്ടി മാത്രം ആളുകളെ ഭൗതിക പുരോഗതിയിൽ നിന്ന്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ നിന്ന്, അതുവഴി ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ നിന്ന്, സമാധാനത്തിൽ നിന്ന്, സംതൃപ്തി നിന്നൊക്കെ തടയലാണ് ഇവരുടെ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. വിവരമില്ലായ്മ കൂടെയുണ്ട്. എന്നെ MLMലേക്ക് ആകർഷിച്ച പല ഘടകങ്ങളുണ്ട്. ഞാൻ ഏതാനും കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, ഒരു വർഷത്തിനടുത്തായിട്ടുള്ളൂ MLMമായി ബന്ധപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം വന്നത് ഹെർബലൈഫ് എന്ന ഒരു വളരെ ആരോഗ്യദായകമായ ഒരു പോഷകാഹാര ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഞാൻ അതിൻ്റെ ഒരു ക്ലബിൽ ചേർന്ന ഉടനെ എൻ്റെ സീനിയർ എന്നോട് പറഞ്ഞത്, നിനക്കില്ലാത്ത റിസൾട്ട് നീ ഒരാളോടും പറയരുത് എന്നാണ്. ആദ്യം നീയും നിൻ്റെ കുടുംബവും ഉപയോഗിക്കുക, അതിന് റിസൾട്ട് കിട്ടിയാൽ മാത്രം പുറത്ത് പറയുക, അല്ലാതെ നിനക്ക് കിട്ടാത്തത് നീ പുറത്ത് പറയരുത്. അങ്ങനെ നിൻ്റെ ഒരു പ്രൊമോഷനും കമ്പനിക്ക് ആവശ്യമില്ല. ഇതാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. വിശുദ്ധ വേദത്തിലൊരു വാക്കുണ്ട്, ലീമ തക്കൂലൂന മാല തഫലൂൻ കബർ മക്തൻ ഇന്ദല്ല. നീ പ്രവർത്തിക്കാത്തത് പറയരുത്, അത് ദൈവത്തിൻ്റെ അടുക്കൽ ഏറ്റവും ക്രോധകരമായ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ ഒരു സൂക്തവുമായിട്ടാണ് ഈ ഒരു പ്രസ്താവനയെ റിലേറ്റ് ചെയ്തത്. നമ്മുടെ സാധാരണ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന വഞ്ചനാത്മകമായ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകി ആ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിൽ ഇവരൊരു പ്രശ്നവും കാണുന്നില്ല. ഇവരും ഇവരുടെ അനുയായികളും ഒക്കെ അത് കൃത്യമായിട്ട് വിറ്റഴിക്കുന്നുണ്ട്. സ്ത്രീകളുടെ നഗ്ന ശരീരം പ്രദർശിപ്പിച്ച് പരസ്യം ചെയ്ത പ്രോഡക്റ്റും വിറ്റഴിക്കുന്നുണ്ട്. അതിനെതിരെയൊന്നും കമാന്നൊരു അക്ഷരം പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതേസമയം ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒരാളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അയാൾക്ക് കിട്ടിയ കൃത്യമായ റിസൾട്ട് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരു ആൾ ആ പ്രോഡക്റ്റിനെ വിൽപ്പന നടത്തുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിലേക്ക് കയറി വന്നിട്ട് അയാൾക്കുണ്ടായ സ്വന്തം അനുഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ പ്രോഡക്റ്റ് വിൽപ്പന നടത്തുന്നത്. മറ്റത് അനുവദനീയവും ഇത് നിഷിദ്ധമാവുന്നത് അങ്ങനെ തിരിച്ചല്ലേ? ഇതല്ലേ കൂടുതൽ എത്തിക്കൽ. അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇതിനെ വിമർശിക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഞാനിത് പുരോഹിതന്മാരെ മാത്രമല്ല, ഒരുപാട് അവരുടെ ബ്രെയിൻ വാഷിൽ വശംവദരായിട്ട് ഇതിനെക്കുറിച്ച് വിമർശിക്കുന്ന ഒരുപാട് സാധാരണക്കാർ വരെയുണ്ട്. അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. മുമ്പ് മീഡിയകളെതിരായിരുന്നു, പൊളിറ്റീഷ്യൻസിനെതിരായിരുന്നു, സർക്കാരെതിരായിരുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. പിന്നൊരു ആരോപണം മണി ചെയിൻ ആണെന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കുരുടൻ ആനയെ കണ്ട പോലെയാണെന്ന്. മണി ചെയിൻ എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. മണി ചെയിനെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. മണി ചെയിൻ ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളും നിരോധിച്ചാണ്. അവിടെ ഉൽപ്പന്നം എന്നുള്ളത് പണം തന്നെയാണ്. പണം സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് അവർ കണ്ടുപിടിച്ചത്. പണം തന്നെ ഉൽപ്പന്നമായി മാറുക, ഇതാണ് മണി ചെയിൻ. അത് ഒട്ടും ആശാസ്യമല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് തെറ്റാവുന്നത്? എല്ലാവരും അതെയല്ലേ? ഒരു നല്ല ബിസിനസ്, ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ സ്വഭാവമുള്ള ബിസിനസ് കസ്റ്റമർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ വിൽക്കുന്ന കമ്പനികളെ സർവൈവ് ചെയ്യുന്നുള്ളൂ. അവർക്കേ കച്ചവടം നടക്കുന്നുള്ളൂ. പിന്നൊരു ആരോപണം പിരമിഡ് സ്വഭാവത്തിലാണത്രേ. അതായത് ഇങ്ങനെ ആളെ ചേർത്ത് പിരമിഡ് സ്വഭാവത്തിൽ മുകളിലുള്ള ആൾക്ക് മാത്രം പണം കിട്ടും, താഴെയുള്ള അങ്ങനെ ഒരു ആരോപണമുണ്ട്. താഴെയുള്ള കുറേ വന്ന ആൾക്ക് പണം കിട്ടില്ല എന്ന്. ഇതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ഫ്രാഞ്ചൈസി, ഒരു വലിയ ഉൽപ്പന്നത്തിൻ്റെ ഫ്രാഞ്ചൈസി എടുത്താൽ എത്ര പേര് അതിൽ വിജയിക്കുന്നുണ്ട്? 10 പേര് തുടങ്ങിയാൽ ചിലപ്പോൾ 8 പേര് വിജയിക്കും, 2 പേര് പരാജയപ്പെടും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പരാജയപ്പെടും, കുറച്ച് പേര് വിജയിക്കും. ഇതൊക്കെ സാധാരണ. അത് അവരുടെ മിടുക്കും അവരുടെ നിരന്തരമായ അധ്വാനവും അതിലുള്ള ജാഗ്രതയൊക്കെ അനുസരിച്ചല്ലേ ഒരു ബിസിനസ് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു ബിസിനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്, ഗുണങ്ങളും ദോഷങ്ങളും. ഇനി പിരമിഡിനെ കുറിച്ച് പറയാം. എല്ലാം പിരമിഡ് സ്വഭാവത്തിലല്ലേ? ഇവിടുത്തെ ഭരണകൂടം എടുക്കാം. ഒരു മുഖ്യമന്ത്രി, താഴെ മന്ത്രിസഭ, അതിൻ്റെ താഴെ MLAമാർ, അതിൻ്റെ താഴെ വാർഡ് മെമ്പർമാർ, തദ്ദേശ സ്വയംഭരണ. ഇത് പിരമിഡ് സ്വഭാവത്തിലാണല്ലോ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. ഒരു ഉദാഹരണത്തിന് DGP ഒരാളേ ഉള്ളൂ. ADGPൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3ഓ 4ഓ കാണും. അതിൻ്റെ താഴെ IG മാർ, SP മാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ, SHOമാർ,
കോൺസ്റ്റബിൾമാർ എല്ലാം പിരമിഡ്. അങ്ങനെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. സംഘടനകൾ എടുക്കാം. സംസ്ഥാന പ്രസിഡന്റ് ഒരാളായിരിക്കും, അതിൻ്റെ താഴെ ഒരു കൂടിയാലോചന സമിതിയുണ്ട്, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അതിൻ്റെ താഴെ ജില്ലാ പ്രസിഡന്റ്, ചിലപ്പോൾ മേഖലകളുണ്ടാവും, ചിലപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരുണ്ടാവും. അതിൻ്റെ താഴെ ഏരിയ പ്രസിഡന്റുമാർ, അതിൻ്റെ താഴെ യൂണിറ്റ് പ്രസിഡന്റുമാർ, എല്ലാം പിരമിഡ് സ്വഭാവത്തിലേ വർക്ക് ചെയ്യുള്ളൂ. ഇതെന്താണ് ഇത്ര അത്ഭുതം? അതാണ് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ വിമർശിക്കുന്നത് എന്താണ്, അതിൻ്റെ ശരിയായ തത്വം എന്താണ്, അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നൊന്നും അറിയാതെ വിമർശിക്കുന്ന കുറേ ലോ പ്രൊഫൈൽഡായ ആളുകളാണ്. അത് സാധാരണ മനുഷ്യന്മാരിലും ഇത് ബാധകമാണ്, മതപുരോഹിതന്മാരിലും ഇത് ബാധകമാണ്. ഒരു പാവപ്പെട്ടവനും ജീവിതത്തിൽ വിജയിക്കാൻ ഇവരവസരം കൊടുക്കില്ല. ഒരു സാഡിസ്റ്റ് സ്വഭാവത്തിലാണ് ഇവർ മതത്തെ അവതരിപ്പിക്കുന്നത്. ദൈവം ഒരു സാഡിസ്റ്റ് ആണെന്നാണ് ഇവരുടെ വിചാരം. ഒരാൾ സന്തോഷിക്കുന്നതോ ഒരാൾ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുന്നതോ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന വിധത്തിലാണ് ഇവർ മതം പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ എന്തെങ്കിലും ബദൽ ഇവരുടെ കയ്യിലുണ്ടോ ഇവരെ രക്ഷപ്പെടുത്താൻ? മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ബദലൊന്നും കയ്യിലില്ല, ബഡായിക്കൊരു കുറവുമില്ല. ഇതാണ് അവസ്ഥ. ഇനി ഈ അവസരം ഉപയോഗപ്പെടുത്തി ചില ഫ്രോഡ് കമ്പനികളും ഈ രംഗത്തുണ്ട്. എല്ലാത്തിലും ഫ്രോഡുള്ള പോലെ മതപുരോഹിതന്മാരിലില്ലേ, മതസംഘടനകളില്ലേ, ചാരിറ്റി സംഘടനകളില്ലേ. ഇപ്പോൾ നമ്മുടെ അടുത്ത് റെസീറ്റൊക്കെ അടിച്ച് വരുന്ന ചില ഓർഫനേജിനെ കുറിച്ച്, ചില ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച്, അല്ലെങ്കിൽ ചില മറ്റു ചാരിറ്റി ആവശ്യങ്ങളെക്കുറിച്ച് റെസീറ്റ് അടിച്ച് വരുന്ന പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ വരുന്നതും കേരളത്തിൽ നിന്ന് വരുന്നതൊക്കെ പലതും ഫ്രോഡുകളാണ്. നമ്മളതിൻ്റെ പറയാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയാം ഫ്രോഡുകളാണെന്ന്. അതുകൊണ്ട് ചാരിറ്റി തന്നെ മോശമാണെന്ന് നമ്മൾ പറയുമോ? മതപുരോഹിതന്മാരിൽ എത്ര പേര് ഫ്രോഡുകളുണ്ട്, എത്ര പേര് അറസ്റ്റ് ചെയ്യുന്നു? ഇതുകൊണ്ട് മതപൗരോഹിത്യം എന്നുള്ളത് അല്ലെങ്കിൽ മത പണ്ഡിതന്മാരെന്നുള്ളത് മൊത്തം ഫ്രോഡാണെന്ന് പറയും. മതസംഘടനകളെക്കുറിച്ച് നമ്മളങ്ങനെ പറയും. അപ്പോൾ എല്ലാ നല്ലതിൻ്റെയും ഒപ്പം കള്ളനാണയങ്ങളും ഉണ്ടാവും. ആ നല്ലതിൻ്റെ മൂല്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നതിന് കാരണമായി വരുന്നത്. ഇത് ചിന്തിക്കാനുള്ള ഒരു ലോജിക്ക് നമുക്ക് വേണ്ടേ? പല എം എൽ എം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോയിനിങ് ഫീ വേണ്ട, ഒരു ഡെപ്പോസിറ്റ് വേണ്ട, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, റിസ്ക് ഇല്ല. ഇങ്ങനെ ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാൻ പറ്റും? ഇൻകം സ്കെയിലിംഗ് ആവട്ടെ, ഏത് ലെവലിലേക്ക് വേണമെങ്കിലും അവൻ ഇൻകം സ്കെയിൽ ചെയ്യാം. ഒരു വലിയ മുതലാളി ആയി മാറാൻ നിസ്സാര സമയം കൊണ്ട് സാധിക്കുന്ന സാധ്യതയുള്ള പ്രോജക്റ്റും പ്രോഡക്റ്റുകളും ഇൻകം പ്ലാനുമുള്ള കമ്പനികളുണ്ട്. ഇത് ഏത് സാധാരണക്കാരൻ, വലിയ കോടികളും ലക്ഷങ്ങളും ഇല്ലാതെ ഒരു സാധാരണക്കാരന് രക്ഷപ്പെടാൻ ഇവിടെ അവസരം വേണ്ടേ? അങ്ങനെ ലോകത്ത് പ്രചാരത്തിലുള്ള അവസരങ്ങളിലൊന്നാണ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ. പലപ്പോഴും ഇതിൽ വിജയിക്കുന്നതിൽ നല്ലൊരു ശതമാനം ലേഡീസാണ്. നമ്മുടെ വനിതകളുടെ പലപ്പോഴും ക്വാളിഫൈഡ് ആയതും അല്ലാതെ വനിതകളുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്, ജോലിയൊന്നും ചെയ്യാതെ. അല്ലെങ്കിൽ വളരെ നിസ്സാരമായ, അതിനേക്കാൾ കൂടുതൽ കഴിവുണ്ടായിരിക്കെ നിസ്സാരമായ തുക ശമ്പളം വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പലപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഭർത്താവും ഭാര്യയും പണിയെടുക്കുന്നത്. അത്തരം ആളുകൾ ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് വിജയിക്കാം. ഇപ്പോൾ ഭർത്താവ് തരക്കേടില്ലാത്തൊരു ജോലിയോ കച്ചവടം ചെയ്യണമെങ്കിൽ അതിനേക്കാൾ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് ഭാര്യ വന്നാൽ ഈ ഭർത്താവ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്ന എന്തോരം സംഭവങ്ങളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ലക്ഷങ്ങൾ മാസം വരുമാനം, മാസം അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുന്ന എത്രയോ ആളുകൾ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. വെറും സാധാരണക്കാർ, വിദ്യാഭ്യാസം കുറഞ്ഞവർ, കുടുംബ പാരമ്പര്യം കുറഞ്ഞവർ, പൊതുബന്ധം കുറഞ്ഞവർ, എന്നിട്ടും അവർ ഇതിൽ ആത്മാർത്ഥമായി പണിയെടുത്ത് അശ്രാന്ത പരിശ്രമം നടത്തി അവർ വിജയിക്കുന്നത് കാഴ്ച. അത് നിസ്സാര വർഷങ്ങൾക്കുള്ളിൽ. അതാണ് ഇതിൽ ഏറ്റവും വലിയ സാധ്യത. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭരണകൂടത്തിൻ്റെയും പൊളിറ്റീഷ്യൻസിൻ്റെയും കാരണം. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായും വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ബിസിനസ്സാണ്. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ വളരെ വൈകി മാത്രമാണ്. 2012 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഇത് 5 വർഷത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇറങ്ങി പോകുന്നത് വരെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റ് നിരോധനത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മണി ചെയിനോട് കൂട്ടിക്കെട്ടിയാണ് അവർ പോലും കണ്ടിരുന്നത്. നമ്മുടെയൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രൊഫൈലിൻ്റെ പ്രശ്നം കൂടെ കൊണ്ടാണ്. മീഡിയകൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് അറിയാമല്ലോ. 1 രൂപയുടെ ഗുണം അവർക്കില്ല. കോടിക്കണക്കിന് രൂപ പരസ്യം ചെയ്തിട്ടാണ് ഇവിടെ പല ഉൽപ്പന്നങ്ങളും രംഗത്തിറങ്ങുന്നത്. അവർക്ക് കോടികളുടെ വരുമാനമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി 1 രൂപയുടെ പരസ്യം കൊടുക്കാതെയാണ്. അവിടെ പരസ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണ്. നമ്മുടെ ഉപയോഗിച്ച സ്വന്തം അനുഭവമാണ് അതിൻ്റെ പരസ്യം. അതുകൊണ്ട് മീഡിയകൾക്കും ഇതിനോട് ഒരു താല്പര്യമില്ലാന്ന് മാത്രമല്ല, കിട്ടുന്ന അവസരത്തിൽ എതിർക്കുന്ന കുറേ കോമഡി ഷോകളും സിനിമകളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. പിന്നീടാണ് ഇത് പഠിക്കുന്നതും 2017 ഗൈഡ് ലൈൻ വരുന്നതും
വളരെ അടുത്ത് മാത്രമാണ്, ഈ വർഷം 2020 ശേഷം ആണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ നിയമമായി വന്നത്. എന്ന് പറഞ്ഞാൽ നിയമമായ ഏതാണ്ട് ആദ്യ ജനറേഷനിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് വലിയ സാധ്യതയാണ്. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിയമപരമായി പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിൻ്റെ റിട്ടേൺ പോളിസി ഇപ്പോൾ ഒരു നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിക്കാർ അല്ലാതെ ഇപ്പോൾ ഈ പുതിയ ആക്ടിൻ്റെ കീഴിൽ നിലനിൽക്കാൻ കഴിയില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ വന്ന നിയമങ്ങളിൽ നിലനിൽക്കാൻ കഴിയില്ല നല്ല കമ്പനികൾക്കല്ലാതെ. ഫ്രോഡുകൾ എല്ലാവരും പുറത്തു പോകേണ്ടി വരും. കേരളത്തിൽ എല്ലാ സ്റ്റേറ്റിലും മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. എല്ലാ ജില്ലയിലും സിവിൽ സപ്ലൈസിൻ്റെ കീഴിലോ മറ്റോ ഇതിന് ഒരു ഓഫീസർമാരുണ്ട്, മോണിറ്ററിംഗ് ഓഫീസർമാരുണ്ട്. എന്ത് MLM നെറ്റ്വർക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്ത് പരാതികളും സ്വീകരിക്കാൻ ഓഫീസർമാർ വരെയുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നിയമപരിരക്ഷ കിട്ടിയ ഏതാണ്ട് ആദ്യകാലത്തിലാണ് നമ്മളുള്ളത്. ലോകം അതിവേഗം പുരോഗമിച്ച് മുമ്പോട്ട് പോവുകയാണ്. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നിന്നില്ലെങ്കിൽ നമ്മളും താഴെ പോകും. പുതിയ പുതിയ സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവണം. ഈ പഴഞ്ചൻ പുസ്തകങ്ങളുമായി നമ്മളെ നിയന്ത്രിക്കുന്ന മതപുരോഹിതന്മാരിൽ നിന്ന് നമ്മൾ അകലം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ പുരോഗതി അവതാളത്തിലാവും. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഭൗതിക വിദ്യാഭ്യാസവും ഇല്ലാത്ത അങ്ങനത്തെ ലോകത്തെ കുറേ പുതിയ അറിവുകളോ സങ്കേതങ്ങളോ അറിയാത്ത കുറേ ആളുകളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. പലപ്പോഴും ഈ സാധാ മനുഷ്യന്മാർ അവരുടെ ഇതിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ലോകത്തിന് സംഭവിക്കുന്ന പുരോഗതി അനുസരിച്ച് നമ്മൾ പുരോഗമനം പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ പോകും. അതിലെനിക്ക് എടുത്തു പറയാവുന്നത് ക്രൈസ്തവ നേതൃത്വത്തെയാണ്. കാരണം അവർ അപ്ഡേറ്റഡ് ആണ്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, പുതിയ പുതിയ ചലനങ്ങൾ അവർ അറിയുന്നു, അതവർ ഇടവകക്കാരിലേക്ക് കൺവേ ചെയ്യുന്നു. അത് വളരെ അഭിമാനാർഹമായ സംഗതിയാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ലോകവീക്ഷണമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കുറേ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മേഖലയിൽ നിന്ന് വിടലാണ് നല്ലത്. അവർ മതപരമായ കർമ്മശാസ്ത്ര മേഖലയിൽ PhD എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ മേഖല പറയട്ടെ. എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ അതിൻ്റെ എക്സ്പേർട്ടുകൾ പറയട്ടെ. അതുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നത് മണി ചെയിൻ അല്ല. 1957 മുതൽ നിലവിൽ വന്ന ഒരു അമേസിംഗ് മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ വളരെ സീരിയസ് ആയി നടക്കുന്ന ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. മാത്രമല്ല രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെ നിർണായക സ്വാധീനം പുലർത്തുന്ന ഒന്നാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ. രാജ്യത്തിൻ്റെ എല്ലാ നിയമവ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് വ്യവസ്ഥകളുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു സിസ്റ്റമാണിത്. പൂർണ്ണമായും ടാക്സ് കൊടുത്തുകൊണ്ട് ഒരു ടാക്സ് വെട്ടിപ്പം നടക്കാതെ എല്ലാം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡ്രിവണായ ഒരു സിസ്റ്റമാണ് ഇതിൻ്റേത്. നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയാം. ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് ഒരു പ്രതീക്ഷയുമില്ലാതെ അമേരിക്കൻ പ്രസിഡൻ്റായി മാറിയതെന്ന് അറിയാമോ? എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണെന്നാണ്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ പ്രതിയോഗികളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മാത്രമൊന്നുമല്ല, ലോകരാജ്യങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ സ്ഥാനാർത്ഥികളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതാണ്. വലിയ മികച്ച രീതിയിലുള്ള സ്ട്രാറ്റജിസ്റ്റുകളുടെ സഹായവും സോഷ്യൽ മീഡിയയുടെയും അതിൻ്റെ പ്രൊമോഷൻ വർക്കുകളെല്ലാം. ഒരു പ്രതീക്ഷയുമില്ലാതെ മീഡിയകൾ പോലും പ്രതീക്ഷിക്കാതെടുത്ത് ട്രംപ് പെട്ടെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറിയതിൻ്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ട്രംപ്സ് നെറ്റ്വർക്ക് എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയുണ്ട്. ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ അധിപനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും, ആ കുടുംബം മൊത്തം അറിയും. അവർക്ക് ഗുണമുള്ള, അവരുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായി സഹായിച്ച ഒരു കമ്പനിയും അതിൻ്റെ അധിപനും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരിക്കും. അവരൊക്കെ ഇലക്ഷനിൽ നിന്ന് ഈസി ആയിട്ട് ജയിച്ചും പോരും. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്നതിനെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏത് പേരിൽ പറഞ്ഞാലും വളരെ വ്യവസ്ഥാപിതമായ ഒരു ജനകീയ ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതൊരു വിൻ വിൻ പ്രോസസ്സാണ്. മറ്റുള്ളവർ ജയിക്കുന്നത് വഴി നാമും ജയിക്കുന്നു എന്നുള്ളൊരു വിൻ വിൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ അത്തരം മേഖലയിലേക്ക് വന്നവരുടെ ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. വളരെ സാധാരണക്കാരായി, വളരെ സ്കില്ല് കുറഞ്ഞവരായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് സംഭവിച്ച ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ നിരീക്ഷിച്ചാൽ അറിയാം. മറ്റുള്ള ബിസിനസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് നൽകുമ്പോൾ ഒരു സംരംഭകൻ കൂടി ജനിക്കുകയാണ്. മറ്റുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ കേവലം ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമ്പോൾ ഇവിടെ ഒരു സംരംഭകൻ കൂടി സൃഷ്ടിക്കപ്പെടുന്നു. കാലങ്ങളായി നാം നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വാങ്ങുന്നവരാണ്. നമ്മളിത് പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്.
ഞാൻ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കും. നല്ലൊരു പുസ്തകം വായിച്ചാൽ, നല്ലൊരു സിനിമ കണ്ടാൽ, നല്ലൊരു റിസോർട്ടിൽ താമസിച്ചാലൊക്കെ നമ്മൾ പങ്കുവെക്കും. ഇതേപോലെയുള്ള പങ്കുവെപ്പുകൾ അത് നമുക്ക് ആ പങ്കുവെപ്പ് വഴി അങ്ങനെ ജനങ്ങൾ ഒരു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുന്നത് വഴി അത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിൽപ്പന കയറുന്നുണ്ട്. ആ വിൽപ്പന കയറുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഈ പറയുന്ന ആൾ അറിയുന്നില്ല, അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഇതേ കാര്യം ഒരു ബെനിഫിറ്റ് ഫുള്ളായി നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യസന്ധമായ എല്ലാ കാര്യത്തിലും സത്യസന്ധത അവരവരുടെ ഉത്തരവാദിത്വമാണ്. തെറ്റായി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സത്യസന്ധമായ റിസൾട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് നല്ലൊരു ശതമാനം കമ്പനികളുടെ എത്തിക്സാണ്. ഇല്ലാത്ത ഗുണങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടല്ല വിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കയറുമ്പോൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതുവഴി നമുക്ക് കിട്ടുന്ന ന്യായമായ ഒരു വിഹിതം നമുക്ക് കമ്പനി തരുന്നു. അവരും അതേപോലെ താഴത്തേക്ക് നടന്നു. ഇതാണ് ജനകീയമായ ബിസിനസ്. ഏറെക്കുറെ എല്ലാ ബിസിനസ്സിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. മറ്റുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞു, അതിൻ്റെ പണം കൊണ്ടുപോകുന്നത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പണം കൊണ്ടുപോകുന്ന സെലിബ്രിറ്റികളാണ്, മീഡിയകളാണ്, അഡ്വർടൈസിങ് കമ്പനികളാണ്. ഇത് ആ പണമാണ് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സമ്പത്തിൻ്റെ വികേന്ദ്രീകരണമാണ് നടക്കുന്നത്. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം നടത്തുന്നതാണോ അനുവദനീയം, അതോ ഇതാണോ അനുവദനീയം? അതിനെക്കുറിച്ച് ആരും ഒന്നും പറയാത്തത് എന്താണ്? വിശുദ്ധ വേദത്തിൽ ഒരു വചനം കൂടെ ഞാൻ ഉദ്ധരിക്കാം. കൈലായക്കൂന് ദൂലത്തൻ ബൈനൽ അഗ്നിയ ഇമിൻകും. നിങ്ങളിൽ സമ്പത്തുള്ളവരിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ളവരിൽ മാത്രം സമ്പത്ത് കിടന്ന് കറങ്ങാൻ പാടില്ല. ഇതാണ് വേദഗ്രന്ഥങ്ങളുടെ വരെ ഒരു തത്വം. ആ തത്വം പോലും ഇതിൽ പാലിക്കപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം സംഭവിക്കുന്നു, സാധാരണക്കാരിലേക്ക് സമ്പത്ത് വന്നു, കുത്തകളുടെ കയ്യിലേക്ക് ചെന്നെത്തേണ്ട സമ്പത്ത് സാധാരണക്കാരുടെ ഇടയിലൂടെ പോലും കറങ്ങുന്നു. ഇതല്ലേ വികേന്ദ്രീകരണം? ഇതല്ലേ യഥാർത്ഥ കുത്തക വിരുദ്ധ നിലപാട്? വലിയ കുത്തക വിരുദ്ധ നിലപാട് പറയുകയും ചെയ്യും. ഇത്തരം കുത്തക വിരുദ്ധ നിലപാടിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർ എതിർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് എതിർക്കുന്നത് ആരായാലും, മീഡിയ ആവട്ടെ, പൊതുജനങ്ങളാവട്ടെ, മതപുരോഹിതന്മാരാവട്ടെ, ഏത് രംഗത്ത് എതിർത്താലും അത് ഇരട്ടത്താപ്പുണ്ട്, അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നാട്ടിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ പങ്കാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ വഹിക്കുന്നത്. അപ്പോൾ ഇതല്ലേ കൂടുതൽ ഹലാലാകേണ്ടത്. ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന പരസ്യം അവരുപയോഗിക്കാതെ തന്നെ അവർ വഞ്ചിക്കുന്ന പരസ്യം ചെയ്യുന്ന രൂപത്തിൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒരു അറിയപ്പെടുന്ന സിനിമാ നടൻ, അദ്ദേഹം ഒരു തേയിലക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഏറ്റവും ഉയരം കൂടുന്തോറും തേയിലക്ക്, അതായത് ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് നിന്ന് പറയുന്ന തേയിലക്ക് ടേസ്റ്റ് കൂടുമെന്ന്. അദ്ദേഹം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ 25 വർഷമായി ചായ കുടിച്ചിട്ടെന്ന്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് വഞ്ചനാത്മകമായ പരസ്യം ചെയ്ത് നമ്മളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം ഹലാലും സ്വയം ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഹറാമും. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മേലാൽ മതപുരോഹിതന്മാർ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുക. ഇത്തരം സാമ്പത്തിക, വ്യവസായ, എക്കണോമിക്സ്, കൊമേഴ്സും മാർക്കറ്റിങ്ങും ഹ്യൂമൻ സൈക്കോളജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സോഷ്യൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ദയവായി അവർ അഭിപ്രായം പറയാതിരിക്കുക. അവരുടെ മതപരമായ ആചാരാനുഷ്ഠാന കർമ്മശാസ്ത്രത്തിലാണ് അവരുടെ PhD എങ്കിൽ അവർ ആ മേഖലയിൽ എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിക്കട്ടെ, അവരതിൽ ഉപജീവനം നടത്തിക്കോട്ടെ. ആർക്കും പരാതിയില്ല. നിങ്ങളത് വിറ്റഴിച്ച് ഉപജീവനം നടത്തുന്നതിൽ ഒരാൾക്കും പരാതിയില്ല. ആരും അതൊന്നും ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. സാധാരണക്കാർ രക്ഷപ്പെടണോടത്ത് നിങ്ങൾ തടയിടരുത്. അവർ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ ബദൽ പറഞ്ഞു കൊടുക്കൂ. ബിസിനസ്സും എക്കണോമിക്സും കൊമേഴ്സും മാർക്കറ്റിങ്ങും ഒക്കെ അതിൻ്റെ എക്സ്പേർട്സ് തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സവിശേഷ ഗുണങ്ങളുള്ള പ്രോഡക്റ്റുകളാണ് പല MLM കമ്പനികളും പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ, ഹെൽത്ത് വെൽനസ് മേഖലയിൽ ഒക്കെ വിടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുണ്ട് വളരെ മികച്ച ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ തയ്യാറാകുന്ന ആളുകൾ നല്ല കമ്പനി തിരഞ്ഞെടുക്കണം. നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. മോഹന വാഗ്ദാനങ്ങൾ വഴി പരസ്യം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ ചെയ്യുന്നത് അവരുടെ ഉൽപ്പന്നത്തിൽ ശ്രദ്ധിക്കും, ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയിൽ ശ്രദ്ധിക്കും. കാരണം ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ്, ഉപയോഗിച്ച ആളുകളുടെ അനുഭവമാണ് ഇവർക്ക് പ്രചാരണ ആയുധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഉൽപ്പന്നത്തിൽ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം കമ്പനികൾ ഗുണമേന്മയില്ലാത്ത ഒന്നും പുറത്തിറക്കില്ല.
അങ്ങനെയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഒരു പരസ്യത്തിലൂടെ അല്ല ആളുകളെ പിടിക്കുന്നത്. ഇനി ഒരു പാസീവ് ഇൻകം കിട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പണിയെടുക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളും പണിയെടുക്കാതെ കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നെ മലയാളിയായ ഒരു കോടീശ്വരനെ കുറിച്ച് അറിയാം. അദ്ദേഹം ഡെയിലി പോയി പണിയെടുത്തിട്ടാണ് കിട്ടുന്നത്. അദ്ദേഹം എന്നോ ചെയ്തു വെച്ച പണിയുടെ പാസീവ് ഇൻകമാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ എന്നോ ചെയ്തു വെച്ച പണിയുടെ എല്ലാ ദിവസവും പോയി അത് അധ്വാനിക്കണം എന്ന അർത്ഥത്തിലല്ല അത്. അതാണ് പാസീവ് ഇൻകത്തിൻ്റെ പ്രത്യേകത. ഇത് മോശമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയും? ഇവിടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കണ്ണി ചേർക്കലാണ് പ്രശ്നം. അങ്ങനെ ചെയ്യലാണ് കണ്ണി ചേർക്കലാണ് പ്രശ്നം. കണ്ണി ചേർത്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സ്വഭാവമുള്ള എല്ലാ ബിസിനസ്സും നടത്തുന്നത്. അതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിങ്ങനെ അവർ എടുത്ത് പുറത്തിടുകയാണ്, അതിനെക്കുറിച്ച് പഠിക്കാതെയും വിവരമില്ലാതെയും. ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതല്ലേ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ ഷെയറിങ്ങും കൂടുതൽ വ്യൂവർഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് പണം കൊടുക്കും. യൂട്യൂബ് വരുമാനം കിട്ടും, ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടും, ഇൻസ്റ്റയിൽ നിന്ന് വരുമാനം കിട്ടും. ഇത് തെറ്റാണോ? ഒരു പാസീവ് ഇൻകം അങ്ങനെ കിട്ടുന്നത് തെറ്റാണോ? ഇതും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ബിസിനസ് തന്നെയല്ലേ നടക്കുന്നത്? അത് തെറ്റാണ്. ഏതെങ്കിലും മതപുരോഹിതന്മാർക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലില്ലാത്ത പുരോഹിതന്മാരുണ്ടോ? മത്സരിക്കുകയല്ലേ ചെയ്യുന്നത്, അതിൻ്റെ വരുമാനം അവർ വാങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധാരണക്കാർക്ക് നിഷിദ്ധമാവുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ നിയമമായി എന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോൾ മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് ബൈ ലോ, നോട്ട് എൻകറേജ്ഡ് ബൈ ഗവൺമെൻറ്, ഇതായിരുന്നു അവസ്ഥ. ഇന്ന് നേരെ റിവേഴ്സായി. പ്രൊട്ടക്റ്റഡ് ബൈ ലോ, എൻകറേജിങ് ബൈ ഗവൺമെൻറ്, ഈ രീതിയിലായി തിരിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നിയമം നടപ്പായ ഫ്രോഡ് കമ്പനികളെല്ലാം മാർക്കറ്റിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിർണായക മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു നല്ല ഇൻകം, ഒരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾ, ചിലപ്പോൾ തട്ടിമുട്ടിയും കച്ചവടം നടത്തിയിട്ട് വലിയ ലാഭമില്ലാതെ കൊണ്ടുപോകുന്നവർ, നമ്മുടെ ന്യായമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ജോലിക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ബോസിൻ്റെ കീഴിൽ നിന്ന് ഏത് മനുഷ്യരാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്? ബോസിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ടൈം ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, ഇത്തരം ഫ്രീഡങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരം ഫ്രീഡങ്ങളൊക്കെ കൊടുക്കുന്ന കമ്പനികൾ ലോകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളാണ്. അവർക്ക് സമയം പ്രശ്നമല്ല. അവർ ഒരു ബോസിൻ്റെയും കീഴിൽ പണിയെടുക്കണ്ട, അടിമകളെപ്പോലെ പണിയെടുക്കണ്ട. ലൊക്കേഷൻ പോലും അല്ല, ഇവിടെ ഇരുന്ന് എനിക്ക് ലോകത്തെ ഏത് സ്ഥലത്തും വിൽക്കാവുന്ന സംവിധാനങ്ങളാണ് ഉള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, റിസ്ക് ഇല്ല. എന്ന് കൈ കഴിയണമെന്ന് തീരുമാനിച്ചാലും അപ്പം നിർത്തിപ്പോയാലും ₹1 നഷ്ടം വരാനില്ല. ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു കമ്പനി കൊടുക്കേണ്ടത്? അതായത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരാനും ചെറിയ തുകക്ക് കച്ചവടം തുടങ്ങാനും പിന്നീട് അത് പാർട്ട് ടൈം ആക്കാനും നന്നായി തോന്നിയാൽ അത് ഫുൾ ടൈം ആക്കാനും അതിനുശേഷം അത് രാജ്യാന്തര രീതിയിൽ വ്യാപിപ്പിക്കാനും ഒക്കെ സാധ്യതയുള്ള ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. നല്ല കമ്പനികളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നല്ല കമ്പനികളെ തിരഞ്ഞെടുക്കുന്നിടത്ത് ചെയ്യേണ്ട സംഗതി ആ കമ്പനിയുടെ പ്രോഡക്റ്റ് നന്നാവണം, പ്രോജക്റ്റ് നന്നാവണം, ഇൻകം പ്ലാൻ നന്നാവണം, കമ്പനി നല്ല പ്രൊഫൈലിലുള്ളതായിരിക്കണം, അതിൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം നന്നായിരിക്കണം. ഈ 5 കമ്പനികളും ഈ 5 ഘടകങ്ങളും നല്ലതാണെങ്കിൽ ആ കമ്പനി നല്ലതാണ്, തിരഞ്ഞെടുക്കാം, ചെയ്യാം, ഗുണം കിട്ടും. അതിൻ്റെ പിന്നിൽ ഒരു 6 മാസം 1 കൊല്ലം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ വളരെ വലിയ ഇൻകത്തിലേക്ക് എത്താം. അതൊരു പാസീവ് ഇൻകമായി മാറും. പിന്നെ ഇതേ അളവിൽ ചെയ്യേണ്ടതില്ല. ഇതിന് അങ്ങനെ കുറേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ആദ്യഘട്ടത്തിലാണ് നമ്മൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നീട് അപ്പോൾ ഇൻകം കുറവായിരിക്കും. പിന്നീട് നമ്മൾ അത്രയും അധ്വാനം വേണ്ട, ഇൻകം കൂടും. അങ്ങനെ എൻഗ്രാഫ് എന്നാണ് അതിനെ പറയുക. അതൊക്കെ വേറെ സംഭവങ്ങളാണ്, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നീട് അവൻ ആ അധ്വാനിച്ചതിൽ നിന്ന് കിട്ടുന്ന വളരെ ചെറിയ വർക്ക് മാത്രം വെക്കുമ്പോൾ ഒരു വലിയൊരു നെറ്റ്വർക്ക് ബിൽഡായിട്ട് അവരിലൂടെ ഇവർക്ക് വരുമാനം കയറുന്ന സിസ്റ്റമാണ്. അവരും ഇതേപോലെ തന്നെ. അങ്ങനെ ഇതിപ്പോൾ അവസാനം വരുന്ന ആളുകൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയണ്ടല്ലോ. 25 വർഷത്തിന് മേലെ ഇന്ത്യൻ അവസ്ഥ എടുത്താൽ 25 വർഷത്തിന് മേലെയായി കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഒരു കണക്ക് പ്രകാരം 6 കോടി ആളുകൾ ഇന്ത്യയിൽ ഇതിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. ഒരു കണക്ക് പ്രകാരം 6 കോടി ആളുകളാണ് ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. അതിൽ 2 കോടി ആളുകൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. അതിൽ 60 ലക്ഷം ആളുകൾ മാസം 50,000-ന് മേലെ വരുമാനം വാങ്ങിക്കുന്നവരാണ്. ഒരു സ്റ്റഡി പ്രകാരം ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാനീ പറയുന്നത്. കേരളത്തിൽ 522 കോടിയാണ് അത്ര ഇതിൻ്റെ ടോട്ടൽ ടേൺ ഓവർ. 1.5 ലക്ഷം ആളുകളാണ് സീരിയസ് ആയിട്ട് ഈ ബിസിനസ് കേരളത്തിൽ നടത്തുന്നത്. സീരിയസ് ആയിട്ട് നടത്തുന്ന ആളുകൾ 1.5 ലക്ഷം പേര് കേരളത്തിൽ. 15 വർഷത്തിനുള്ളിൽ
വന്ന ഈ രംഗത്തെ മാറ്റങ്ങൾ പലരും അറിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ചെയ്യുന്നത് പോലും ഇതിൻ്റെ ഒരു പവറോ സ്ട്രെങ്തോ അറിയാതെയാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അവർക്ക് അത് അറിഞ്ഞോളം നിർബന്ധമില്ല, അല്ലെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ അവർക്ക് ഇൻകം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ സിസ്റ്റമോ ഒന്നും കൃത്യം പഠിക്കണം. കാരണം എല്ലാം സോഫ്റ്റ്വെയറിലാണ്. ഒന്നും മാനുവലി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തല്ല കമ്പനിയിൽ നിന്ന് പണം തരുന്നത്, എല്ലാം ഓൺലൈൻ വഴിയാണ്. അതാണ് പറഞ്ഞത്, കൃത്യമായി ടാക്സ് കൊടുത്തുകൊണ്ട് കൃത്യമായി നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കിട്ടുന്ന വരുമാനമാണ്, പൂർണ്ണമായും ഹലാലായ ഇൻകം. ഇനി നിങ്ങൾ റിച്ചാർഡ് ബ്രാൻസ്, വാറൻ ബഫറ്റ് പോലെയുള്ള ലോക കോടീശ്വരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അവരെക്കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം ഒന്ന് ഗൂഗിൾ ചെയ്തു. ഇവരൊക്കെ വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്, കച്ചവട രംഗത്തെ വലിയ ബുദ്ധിരാക്ഷസന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അവരിതിനെക്കുറിച്ചൊക്കെ പറയുന്ന അഭിപ്രായം നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കൂ. ഇവർക്കൊക്കെ MLM കമ്പനികളുണ്ട്. ഇവിടെ നമുക്കറിയാവുന്ന യൂണിലിവറിന് MLM ഡിവിഷനുണ്ട്. ജോക്കി എന്ന് നമുക്കറിയാവുന്ന ബ്രാൻഡാണ്, MLM ഡിവിഷനുണ്ട്. സിറ്റി ബാങ്ക്, ലോക പ്രശസ്ത ബാങ്കാണ്, MLM ഡിവിഷനുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് പഴയ ഇമേജ് അല്ല ഉള്ളത്, ഇമേജ് മാറി. വാറൻ ബഫറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അമേരിക്കൻ വാൾ സ്ട്രീറ്റിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അദ്ദേഹം പറഞ്ഞത്, ദിസ് ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മെയ്ഡ് എന്നാണ്. മുമ്പ് ഇതൊക്കെ ചെയ്യാൻ വലിയ ഒരു കരിസ്മാറ്റിക് ഫിഗർ, നല്ല ട്രെയിനറായിരിക്കണം, വലിയ പബ്ലിക് റിലേഷൻ വേണം എന്നൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടിയൊക്കെ ഏതൊരു സാധാരണക്കാരനും ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിജയിക്കാവുന്നൊരവസ്ഥയിലേക്ക് കാര്യം. അതാണ് ഞാൻ പറഞ്ഞ 15 വർഷത്തിനുള്ള വന്ന മാറ്റം വളരെ ഗംഭീരമാണ് എന്നത്. ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മതസംഘടനകൾക്കോ ഒരു സാമൂഹിക സംഘടനകൾക്കോ ഒന്നും കഴിയാത്തതാണ് സമ്പത്തിൻ്റെ പുനർവിന്യാസം വഴി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകൾ ഇവിടെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തൊരു ബിസിനസ്, സാധാരണക്കാരന് ഏത് ലെവലിൽ വരെ വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്. ഒരു സാധാരണ ബിസിനസ് അങ്ങനെയാണോ? എക്കോണമിയുടെ ഒരു ബാക്ക് ബോണായി സർക്കാരും സാമ്പത്തിക വിദഗ്ധരും അംഗീകരിച്ച ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. അതിനെയാണ് ഈ ലോ പ്രൊഫൈൽഡ് പുരോഹിതന്മാർ തള്ളിപ്പറയുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഒരു നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതെ തുടങ്ങാവുന്ന ഒരു ബിസിനസ്, ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം നടത്തിക്കൊണ്ട് തുടങ്ങാവുന്ന ഒരു ബിസിനസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബാക്കി പ്രവർത്തനങ്ങളെല്ലാം കമ്പനി ചെയ്തു തരുന്നു. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത. ഈ സാധ്യതകളാണ് പലരും തിരിച്ചറിയാത്തത്. നല്ല കമ്പനികളാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ തന്നെ ഈ ഉൽപ്പന്നം ഈ വിലക്ക് വാങ്ങാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. കമ്പനിയുടെ പേര് പോലും അറിയേണ്ടതില്ല, പേര് പോലും ചോദിക്കേണ്ടതില്ല. ഈ പ്രോഡക്റ്റ് ഈ വിലക്ക് നിങ്ങൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും പ്രതീക്ഷിക്കാതെ ഇല്ലാത്ത അവസ്ഥയിൽ വാങ്ങാൻ തയ്യാറുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇവിടെ വെച്ച് തന്നെ ഒരുപാട് ഫ്രോഡ് കമ്പനികൾ അതോടുകൂടി ഇല്ലാതെയാവും. കാരണം മണി ചെയിനെ കുറിച്ച് പറഞ്ഞല്ലോ, പല കമ്പനികളും, ഇനി അതൊന്നും സാധ്യമല്ല, പല നിലവിലുണ്ടായിരുന്ന അവസ്ഥ, പല കമ്പനികളും ഒരു മണി സർക്കുലേഷൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമേന്മയില്ലാത്ത പ്രോഡക്റ്റ് ഒരു പേരിന്, മണി ചെയിൻ നിരോധിച്ചതുകൊണ്ട് ഏതുപോലെയെന്ന് വെച്ചാൽ ബന്ദ് നിരോധിച്ചിട്ട് പേര് മാറ്റി ബന്ദ് തന്നെ നടത്തുന്ന പോലെ, ഹർത്താലിന് പേരിട്ട ബന്ദ് നടത്തുന്നത് പോലെ, ഇതേപോലെ മണി ചെയിൻ നിരോധിച്ചപ്പോൾ മണി ചെയിൻ പോലെ ഒരു മണി സർക്കുലേഷന് വേണ്ടി പേരിന് ഉൽപ്പന്നങ്ങൾ വരുന്ന കമ്പനികളുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്, പുതിയ നിയമം കർക്കശമാക്കിയതോടുകൂടി. അപ്പോൾ ഈ വിലക്ക് നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങാൻ ഇഷ്ടപ്പെടുമോ? ഈ വിലക്ക് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? ഉത്തരം യെസ് എന്നാണെങ്കിൽ ആ കമ്പനി ഓക്കെയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നവരൊരു പേഴ്സണൽ അംബീഷൻ എന്നതിലുപരി ഒരു സേവ് കേരള മിഷൻ എന്നുകൂടി നമുക്ക് കണക്കാക്കി ബിസിനസ്സിലേക്ക് വരാം. ഒരു ചാരിറ്റി കൂടിയാണ്. മറ്റൊരുത്തനെ ഇതിലേക്ക് ചേർത്ത് അവനൊരു സാമ്പത്തിക വളർച്ചയിലൊരു വഴി കാണിച്ചു കൊടുക്കുന്ന വഴി ഒരു ചാരിറ്റിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ എല്ലാ മാസവും കൊണ്ട് അവർക്ക് പെൻഷൻ പോലെ ചാരിറ്റി കൊടുക്കുന്നതിനും പരിമിതിയുണ്ട്, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവൻ്റെ മാനസികാവസ്ഥയും അഭിമാനവും വേറെ തന്നെ പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത, റിസ്ക് ഇല്ലാത്ത, ഏത് സാധാരണക്കാരനും വിജയിക്കാവുന്ന രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഇതേപോലത്തെ ബിസിനസ്സുമായി, നല്ല പ്രോഡക്റ്റുമായി, നല്ല പ്രോജക്റ്റുമായി, നല്ല ഇൻകം പ്ലാനുമായി, നല്ല സപ്പോർട്ടിംഗ് സിസ്റ്റമായി, നല്ല പ്രൊഫൈൽഡ് കമ്പനികൾ രംഗത്ത് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് പഠിക്കാം എന്താണ് ഇതിൻ്റെ സാധ്യത, ലോകത്ത് ഇതിൻ്റെ വിജയ പരാജയ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാം.
എന്തായാലും എൻ്റെ മുമ്പിൽ ഞാൻ കേട്ട കുറേ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.